2 ദിവസമായിട്ട് അരിക്കൊണ്ടാട്ടം പരിപാടിയിലാണ്. ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഇവിടെ ഈ വെയിൽ പോണേകളിലും പിന്നെ നിറച്ച് അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കും വീട്ടിലമ്മ. അപ്പോൾ 2 ദിവസമായിട്ട് അരിക്കൊണ്ടാട്ടം തന്നെയാണ് ഇവിടുത്തെ കാര്യം. കണ്ടോ, പലതരത്തിൽ കുറേ ഉണങ്ങിയതുണ്ട്, കുറേ ഇപ്പോൾ ഇന്നത്തെ ഉണ്ട്, ഇന്നുണ്ടാക്കിയതുണ്ട്, കുറേ ഇന്നലെ ഉണ്ടാക്കിയത് ഉണങ്ങി കഴിഞ്ഞുണ്ട്. അപ്പം അങ്ങനെ പല പ്രായത്തിലുള്ള, അതായത് ഉണങ്ങാത്തതും ഉണങ്ങിയതും ഒക്കെ ആയിട്ട് കുറേ കാണാം. ഇത് ഉണങ്ങിയതാണ്, ഇതിപ്പോൾ പുതിയതിപ്പോൾ ഇന്ന് പിഴിഞ്ഞൊഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ അരിക്കൊണ്ടാട്ടം എങ്ങനെയാണ് ചിലവർക്കൊക്കെ അറിയാം, എന്നാലും കുറേ ആൾക്കാർക്ക് അരിക്കൊണ്ടാട്ടം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെറിയ രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വീഡിയോയിൽ. അമ്മ അത് വളരെ ചെറുപ്പം തൊട്ടേ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ഒക്കെ പഠിച്ചതാണ്. ഞങ്ങൾ അമ്മയിൽ നിന്നും ഞങ്ങൾക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. എന്താ വെച്ചാൽ കുട്ടിക്കാലം മുതൽക്കേ ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ കഴിച്ച് വളരെ കാലങ്ങളായിട്ട് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എന്താ വെച്ചാൽ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കും ഞങ്ങൾ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ ചായക്കൊക്കെ നമ്മളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുറമേ നിന്ന് കുറുക്കുറെ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് പകരം നമുക്കത് വീട്ടിൽ വറുത്ത് കഴിക്കാം. എത്ര നാൾ വേണമെങ്കിൽ കേടുകൂടാതെ നല്ലോണം ഉണങ്ങിയ ടിന്നിലടച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം കേടുവരാതെ. അപ്പോൾ നമുക്ക് വേണ്ടപ്പോൾ കുറച്ച് എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ചായക്ക് കഴിക്കാവുന്നൊരു ഐറ്റം കൂടിയാണ്. അതുകൊണ്ട് വളരെ പോപ്പുലറാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ പപ്പടങ്ങൾ, അങ്ങനെ ഈ കൊണ്ടാട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന കാരണം അരിക്കൊണ്ടാട്ടം വളരെ എന്താ പറയുക, എല്ലാ വീടുകളിലും ഒരുവിധമൊക്കെ ആൾക്കാർക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മഴക്കാലത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വേനൽക്കാലം പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഇതും കൂടിയാണ്. വെയിലൊക്കെ അങ്ങനെ നല്ലോണമുള്ള ഒരു കാലമാണല്ലോ. അപ്പോൾ ഈ സമയത്താണ് കൂടുതൽ ഇങ്ങനത്തെ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കണത്. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം, എങ്ങനെയാണ് ഉണ്ടാക്കണത്, എന്തൊക്കെയാണ് അതിൻ്റെ കൂട്ട് എന്നൊക്കെ നമുക്ക് അമ്മയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ അരിക്കൊണ്ടാട്ടമാണ് ഉണ്ടാക്കണത്. അതിലേക്ക് അരി അരച്ച് വെച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ എള്ള്. അമ്മയാട്ടോ ഉണ്ടാക്കണേ. കായം ഇത്രയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ജീരകം വേണം അല്ലേ, ജീരകം, ഉപ്പ്, ജീരകട്ടു, ഉപ്പ് ഒക്കെ പാകം പോലെ ഇടുക, പാകത്തിനിടുക. ഉപ്പൊക്കെ ഒക്കെ കലക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് നമുക്ക് പാകം പോലെ ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കുന്നു. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കലക്കണം, കട്ടയൊക്കെ ഉടയ്ക്കണം. പച്ചരിയും ചോറിയും നമ്മൾ കൈകൊണ്ട് നല്ലോണം കലക്കിയുണ്ട്. കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് നല്ലോണം കലക്കി പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം കുറുക്കിയെടുക്കണം. പിന്നെ മാവ് നല്ലോണം വേവണം, അല്ലെങ്കിൽ പൊരിയില്ല. മാവ് നല്ലോണം വേവണം എന്ന്, അല്ലെങ്കിൽ പൊരിയില്ല എന്ന്. ഇവിടെ വീട്ടിലെ ചെറുപ്പം തൊട്ടേ, ഞങ്ങളുടെ ചെറുപ്പത്തിൽ തൊട്ടേ ഞങ്ങൾ കാണുന്നതാണ്. ഒരു വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു എടുത്തു വെക്കുന്നതാണിത്. കുറേ ഉണ്ടാക്കിയിട്ട് അന്നൊക്കെ കുറേ കൂട്ടുകുടുംബവും കുറേ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ചായക്കൊക്കെ പലഹാരം ഇതാണ്, അരിക്കൊണ്ടാട്ടം വറുത്ത് കഴിക്കുക ചായയുടെ ഒപ്പം.
നിറച്ച് അരിക്കൊണ്ടാട്ടം പിഴിഞ്ഞിട്ടേക്കാണ്. ഇതിപ്പോൾ പിഴിഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ ഉണക്കായിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടെ പകുതി മുക്കാലും ഉണക്കാവും. നല്ല വെയിലുണ്ട് ഇവിടെ. ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. മുക്കാൽ ഭാഗത്തോളം ഉണക്കായതാണ് ഇതൊക്കെ. ഇതൊക്കെ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഇന്നൊക്കെ ഉണക്കായിട്ടുണ്ട്. ഒരു ദിവസത്തെ ഉണക്കം കൊണ്ട് ഇതാകും. നമുക്ക് ഉണങ്ങിയ അരിക്കൊണ്ടാട്ടം ഒന്ന് വറുത്ത് നോക്കാം. എണ്ണ ചൂടായുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല പൊരിഞ്ഞ് വരുള്ളൂ. കുറുക്കറ ഇപ്പോഴത്തെ കുട്ടികൾ കുറുക്കറ കഴിക്കുന്നതിന് പകരമാണത്. അതേപോലെ തന്നെയാണ് ടേസ്റ്റൊക്കെ. അതിൽ കുറച്ച് മസാലകളൊന്നും ഇല്ല, നമ്മുടെ നാച്ചുറൽ മസാലകളേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ചായക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഉപ്പുരസം കഴിക്കണമെങ്കിൽ പണ്ടൊക്കെ തന്നെയല്ല ചായക്ക് കഴിക്കുക എന്നും. നമ്മുടെ ടേസ്റ്റി അരിക്കൊണ്ടാട്ടം ഇവിടെ ഇതേ വറുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല മുരുമുരും തന്നെ ഇരിക്കുന്ന അരിക്കൊണ്ടാട്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നല്ല വെയിലുള്ളപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.